ഹോണ്ടയിൽ വരുന്ന ഒട്ടുമിക്ക ഡീസൽ എഞ്ചിൻസും ID ടെക് എഞ്ചിൻസ് ആണ്. അതിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു മേജർ പ്രശ്നമാണ് എഞ്ചിൻ ഓയിലിൻ്റെ ലീക്ക്. അപ്പം ഈ ഒരു എഞ്ചിനിൽ പല സൈഡിൽ നിന്നുള്ള ഓയിൽ ലീക്ക് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു ഡെമ്മി വഴിയുള്ള ഓയിൽ ലീക്ക് ഇത് കോമൺ ആണ്. അത് മാത്രമല്ല ഇത് വളരെ എക്സ്പെൻസീവുമാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ആവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് എടുത്ത സമയത്ത് ലോവറാമിൻ്റെ അതുപോലെ തന്നെ എൻഡുകളുടെയൊക്കെ സൗണ്ട് നന്നായിട്ട് ഉള്ളിലേക്ക് കേൾക്കുന്നുണ്ട്. അടികളും ഷോക്കിൻ്റെ ഒക്കെ നന്നായിട്ടുള്ള അടി, പിന്നെ ബാക്കിലെ ഷോക്കിൻ്റെ ഒക്കെ ഒരു വീക്കായിട്ടുള്ളതൊക്കെ ജമ്പും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി പൊക്കി നോക്കിയ സമയത്താണ് ഇതിൻ്റെ ഓയിൽ ലീക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലായത്. എൻജിൻ ഫുള്ളായിട്ട് അതുപോലെ തന്നെ ഗിയർ ബോക്സിൻ്റെ മുകളിലും ഫുള്ളായിട്ട് കവേർഡായിട്ടാണ് ഓയിലിൻ്റെ ഇതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവാത്തത് കാരണം നമ്മളിത് കെമിക്കൽ ക്ലീനിങ് ചെയ്തിട്ടാണ് നമ്മളിത് വർക്ക് സ്റ്റാർട്ട് ചെയ്യണത്. അവിടെയൊക്കെ ഉണ്ടല്ലോ. അപ്പം കെമിക്കൽ ക്ലീനിങ് നമ്മൾ ചെയ്യണത് പുകയൂർ ആവന എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തു നിന്നാണ്. അപ്പോൾ ഇത് ഏകദേശം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എവിടെ നിന്നാണ് എക്സാക്റ്റ് ലീക്ക് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഗ്യാരേജിൽ എത്തിയപ്പോഴേക്കും ഏകദേശം നമുക്ക് കറക്റ്റ് മനസ്സിലായി ഗിയർ ബോക്സിൻ്റെയും എഞ്ചിൻ്റെയും ഇടയിൽ നിന്നാണെന്നുള്ളത്. അപ്പോൾ അവിടെ മെയിനായിട്ടൊരു സീലും ആ ഒരു ഡെമ്മീൻ്റെ ഇടയിൽ നിന്നായിരിക്കും ലീക്ക് വരാനുള്ള സാധ്യത കൂടുതലും. അപ്പോൾ നമ്മൾ പൊക്കി നോക്കുന്ന സമയത്ത് വേറെ ഒന്നും അങ്ങനെ ലീക്ക് കാണാനില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അയച്ച് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സസ്പെൻഷൻ പാർട്ടിൽ മെയിനായിട്ട് കംപ്ലൈൻ്റ് ആയിട്ടുള്ളത് ഇന്നർ ബോൾ ജോയിൻറ്റ്, ലോവറാമിൻ്റെ ഒരു ബുഷ്, പിന്നെ 2 ലിങ്കുകളൊക്കെയാണ് മെയിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഗിയർ ബോക്സിൻ്റെ റൗണ്ട് ബോൾട്ടും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്യാപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗിയർ ബോക്സ് ഇറക്കണമെങ്കിൽ ഇത് ഇത്രയും പോർഷൻസൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യണം അയച്ചിട്ട്. അപ്പോൾ ഇതിൽ ആക്സിൽ അയക്കാൻ കഴിയണില്ല, കുറച്ചൊരു ടൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമാണ് നമ്മൾ ഇതിൽ വെച്ചത്. അപ്പോൾ ഗിയർ ബോക്സ് നല്ല വെയിറ്റും ഉണ്ട്. അതുപോലെ തന്നെ ഗിയർ ബോക്സിൻ്റെ സൈഡിലേക്ക് എടുക്കുന്ന സമയത്ത് ത്രോട്ടിൽ ബോഡിനെ ലൈറ്റായിട്ട് തട്ടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വയറിങ്ങിൻ്റെ ഹാർനസും പോകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് നൈസായിട്ടൊന്ന് വലിച്ചെടുക്കുക. പിന്നെ അത് ഇത്രയും പോർഷൻ നമ്മൾ ക്ലിയർ ആക്കി വെക്കണം, എന്നാലേ ഗിയർ ബോക്സ് ഈസി ആയിട്ട് ഇറങ്ങി വരുള്ളൂ. അപ്പോൾ ഗിയർ ബോക്സ് ഇറക്കിയപ്പോഴാണ് കണ്ടത് കംപ്ലീറ്റ് ഓയിലിൽ മുങ്ങി കിടക്കുകയായിരുന്നു ആ ഒരു ഏരിയ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു ഹാർനസും അതുപോലെ തന്നെ ത്രോട്ടിൽ ബോഡീൻ്റെ ആ ഒരു ബോഡി യൂണിറ്റും. അപ്പോൾ ഇത് നമ്മുടെ ഗിയർ ബോക്സിൽ തട്ടിയിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഗിയർ ബോക്സ് ഇറക്കുന്ന സമയത്ത്. അപ്പം ഈ ഒരു ഡെമ്മി ഇരിക്കുന്നത് ക്ലച്ചിൻ്റെയും ഫ്ലൈ വീലിൻ്റെയും ഓയിൽ സീൽ, ക്രാങ്കിൻ്റെ ഓയിൽ സീലിൻ്റെയും ബാക്കിലാണ് ഈ ഒരു ഡെമ്മി ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡെമ്മി കപ്പ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഇത്രയും എക്സ്പെൻസീവ് ആവാനുള്ള കാരണം ഇതന്നെയാണ്. ഇത്രയും പാർട്സ് റിമൂവ് ചെയ്തിട്ട് വേണം ഇത് റീപ്ലേസ് ചെയ്യാൻ. അത് കാരണമാണ് ഇത്രയും എക്സ്പെൻസീവ് ആണ് ഈ ഒരു വർക്ക്. ശരിക്കും ഇതുപോലുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡെമ്മി കപ്പിൻ്റെ ആവശ്യം വരുന്നില്ല അവിടെ. അത് ഇൻ കേസ് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഓറിങ്ങിൻ്റെയും ബലത്തിൽ കൊടുക്കുന്നത് വളരെ മോശപ്പെട്ടൊരു ഡിസൈനായി. അത് വേറെ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ആണെങ്കിൽ ഒന്നും കൂടെ ഒക്കെ സസ്റ്റെയിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ഇത് പ്ലാസ്റ്റിക് ആയ കാരണമാണ് ഇത്രയും പെട്ടെന്ന് ഇത് തള്ളിപ്പോവാൻ അല്ലെങ്കിൽ ലീക്ക് വരാനൊക്കെ ഒരു ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലീനിങ് പരിപാടിയും പിന്നെ അതുപോലെ തന്നെ റിലീസ് ബെയറിങ്ങും ഗിരീസും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്ത് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫൈനലായിട്ട് ഡെമ്മി കപ്പിൽ നന്നായിട്ട് സീലൻറ്റ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അത് ഇൻസേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇനി ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സീലാണ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സീല് ഒരു പ്രാവശ്യം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സീല് ഉപയോഗിക്കാൻ പറ്റില്ല, 1 ടൈം യൂസ് ആണ്. അപ്പം പുതിയ സീലിൽ ലൈറ്റായ രീതിയിൽ ഗ്രീസും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തതിൻ്റെ ശേഷം അടിഭാഗത്ത് ഗ്രൂ ഉണ്ടാവും സീലിൻ്റെ, ആ ഭാഗം അടിയിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് ഈവൺ ആയിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സീലിൻ്റെ അടിഭാഗത്ത് ലൈറ്റായ രീതിയിൽ പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ലീക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് തിരിഞ്ഞാൽ മതി, ഗിയർ ബോക്സ് തിരിഞ്ഞാൽ മതി. അപ്പോൾ സെറ്റാണ്. Ah.
മിന്നല് ലേക്ക് മിന്നല്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗിയർ ബോക്സ് ഒക്കെ കയറ്റി എല്ലാം സെറ്റാക്കി. അപ്പോൾ ഇനി സസ്പെൻഷൻ വർക്കാണ് ചെയ്യണത്. ആക്സിൽ ബൂട്ടിൽ നന്നായിട്ട് ഒരു സൈഡ് ലീക്ക് ആയിട്ടുണ്ട്, ഒരു സൈഡ് ചെറിയൊരു ക്രാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ലീക്കുള്ള സൈഡ് ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലോറാമിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ ബുഷ് രണ്ടും നല്ല രീതിയിൽ തന്നെ കട്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എൻഡിന് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ബുഷ് അടിക്കാൻ വേണ്ടിയിട്ട് ലെയ്ത്തിൽ കൊടുക്കുകയാണ്. ഞാൻ ബുഷ് അടിക്കാൻ പോവാണ്, പോയിട്ട് വരാം, അടിച്ചിട്ട് വരാം. ഇതിൻ്റെ ആക്സിൽ ബൂട്ടിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ആക്സിൽ ബൂട്ട് ചെറിയ ലീക്ക് ഉണ്ടായിരുന്നു ഈ ഒരു പോർഷനിലായിട്ട്. അപ്പോൾ അത് മാറ്റുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ടാഗാണ്. ടാഗ് ഇടാത്തതിന് നല്ല ഈ പഴയ ലോക്ക് തന്നെ സെറ്റാക്കിയിട്ടാണ്. അപ്പോൾ ഈ പഴയ ലോക്ക് ഇടുന്ന പറഞ്ഞാൽ ചെറിയൊരു ഇതുണ്ട്, പ്ലാൻ ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ ഭാവിയിൽ ഇപ്പോൾ പ്രശ്നമൊന്നും ഇനി ഭാവിയിലെങ്ങാനും ഊരി പോകാമെന്നുള്ള ചെറിയൊരു ഡൗട്ടേ ഉള്ളൂ. 90% ഇത് സെറ്റായി നിൽക്കാൻ തന്നെയാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ പഴയത്, ഇത് പുതിയത്. ഓക്കെ, നമ്മൾ സസ്പെൻഷൻ എന്തൊക്കെയാണ് ചെയ്തത് വെച്ചാൽ ലിങ്ക് റോഡ് മാറ്റി, പിന്നെ അതുപോലെ തന്നെ ഇന്നർ ബോൾ ജോയിൻറ്റ് മാറ്റി, പിന്നെ ലോവർ ആമിൻ്റെ ഈ സൈഡത്തെ ബുഷ് ഒരു കോൺ ബുഷാണ് വരുന്നത്, ആ ബുഷ് മാറ്റി. വേറെ ബുദ്ധിമുട്ടുകളൊന്നുണ്ട്. പിന്നെ ഷോക്കിന് മേലത്തെ ഒരു ബുഷ് ഉണ്ട്, ആ ബുഷ് മാറ്റി. അത്രയും പണിയാണ് ഇപ്പോൾ നമ്മൾ സസ്പെൻഷൻ സൈഡിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ പോവുകയാണ്. കുറച്ച് നമ്മൾ കൈയിൻ്റെ പാട് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാക്കും, സെറ്റ് ചെയ്യണം. ലെറ്റ്സ് ഗോ. അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് സസ്പെൻഷൻ നോയ്സോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ജസ്റ്റ് ഒന്ന് ഓടിച്ചതിൻ്റെ ശേഷം ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ സെറ്റ്. അപ്പോൾ നമ്മൾ കുറച്ച് റഫായുള്ള ടെറൈൻ ട്രൈ ചെയ്യാണ്, എങ്ങനെയുണ്ടെന്ന് അറിയാലോ. ആ വലിയ കല്ലും കൊടുത്തുണ്ട്, വലിയ കല്ലും അടിയൊക്കെ തട്ടിട്ട് റേഡിയേറ്ററൊക്കെ പൊട്ടി, സസ്പെൻഷൻ ഫുള്ള് കംപ്ലൈൻറ്റ്. അപ്പോൾ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഓയിൽ ലീക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഫുൾ സെറ്റ്. അപ്പോൾ ആദ്യമുള്ളൊരു അവസ്ഥ ഇപ്പോഴുള്ളൊരവസ്ഥ എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ കംപ്ലൈൻറ്റും കാര്യങ്ങളെല്ലാം ടോട്ടലി അറസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് മൊത്തത്തിൽ ചിലവ് വന്നിട്ടുള്ള ഏകദേശം 25,000 രൂപയുടെ അടുത്താണ് ആയിട്ടുള്ളത്. ഇതിനെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കംപ്ലൈൻറ്റ്സും കാര്യങ്ങളൊക്കെ കൂടി മൊത്തത്തിൽ എടുത്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു എമൗണ്ടിലേക്ക് എത്തിയത്. അപ്പോൾ ചെറിയ ചെറിയ പണികളൊക്കെ വരുന്ന സമയത്ത് അത് അപ്പം തന്നെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു സംഖ്യയിലേക്ക് എത്തൂല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.